ഇന്നത്തെ നമ്മുടെ പരിപാടി നമുക്ക് മലമ്പുഴ പോവുക, ഒരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കുക, അവിടെ നിന്ന് ഒരു മല കയറുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ മല കയറൽ ഞങ്ങൾ ശരിക്കും അന്ന് പ്ലാൻ ഇട്ടുണ്ടായിരുന്നില്ല. അക്കുവിനെ കണ്ടു, നമ്മൾ ബസ്സൊക്കെ കയറി നേരെ പാലക്കാട് പോയി അക്കുവിനെ കണ്ട് വിനീതനെയൊക്കെ കണ്ട് അവിടെ നേരെ മലമ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് ഒറ്റപ്പെടെയായിരുന്നു മലമ്പുഴയ്ക്ക് നേരെ പോകുന്നു. മലമ്പുഴ എത്തുന്നു, അവിടെ കവയിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു കിടിലം വെള്ളച്ചാട്ടം ഉണ്ട്. ആ വെള്ളച്ചാട്ടത്തിൽ അവിടെ എത്തി പിന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങി കുളിക്കാന്നുള്ള പ്ലാനായി. അങ്ങനെ വിനീതേട്ടൻ അക്കു ഇറങ്ങി, ഞാൻ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. അവിടുത്തെ അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ ആയതിനു ശേഷം അവിടെ അത്യാവശ്യം സീനാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അറിയില്ല. എന്തൊക്കെയായാലും വെള്ളച്ചാട്ടത്തിൽ കുളി കഴിഞ്ഞ് അടുത്തൊരു മല കയറാൻ വിചാരിച്ചു. മംഗൾ ഡാം വന്നപ്പോൾ അക്കു ഞങ്ങളൊരു മല കയറ്റിച്ചിട്ട് മലയിൽ പോയിട്ട് പാലക്കാട് ടൗണിലെ അതിമനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരാൻ പറഞ്ഞ് കൊണ്ടുപോകണം. നമുക്ക് പോയി നോക്കട്ടാ. വിനീതനുണ്ട്, അഖിലുണ്ട്, അക്കുത ഫ്രണ്ടിൽ കയറിക്കൊണ്ടിരിക്കട്ടാ. ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ലാത്ത ട്രിപ്പായിരുന്നു മലമ്പുഴ വന്നത്. വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിച്ചു, വീഡിയോസ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഒരു മല കയറാൻ വന്നിട്ടിരിക്കുക. നടന്ന് വയ്യാതായി ഞങ്ങൾക്ക് അത്യാവശ്യം. പക്ഷെ എന്നാലും ഞങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല. വഴികാട്ടി നടന്ന് ഇപ്പോഴത്തെ ജസ്റ്റ് ഞങ്ങളതാ ആ ഒരു ഏരിയയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് കയറിയുള്ളൂ. അപ്പോഴേക്കും കത്തിച്ച്. ഇനിയിപ്പോൾ അത്ര കയറാണ്ടെന്നൊന്നും അറിയില്ല, പോയി നോക്കാം. ഇതൊക്കെയല്ലേ ഒരു രസം. കുറച്ചങ്ങോട്ട് കയറിയത് പിന്നെ കിടിലൻ സൂര്യൻ്റെ സൺസെറ്റൊക്കെ കാണാൻ ആ ഒരു ഏരിയയൊക്കെ എത്തിയിട്ടാണ്. അപ്പോഴേക്കും അടിപൊളിയായിരുന്നു. ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ഓടി കയറുക, കാഴ്ചകൾ കാണാമെന്നുള്ളതായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയ എത്തിയിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വേറെ തന്നെ ഒരു അടിപൊളി കിടിലൻ വ്യൂ ആയിരുന്നു. അവിടുന്ന് ചോട്ടിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങടെ മലമ്പുഴ ഡാം കാണാം. അതുപോലെ മുകളിലേക്ക് ഇങ്ങനെ, അതായത് മരവും കാടൊന്നും ഇല്ലാതെ അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസാണ്. അതുകൊണ്ട് നല്ല കാണാൻ തന്നെ അടിപൊളിയായിരുന്നു അവിടെ. പിന്നെ നേരെ മലമ്പുഴൻ്റെ ഡാമിൻ്റെ ഫ്രണ്ടിൽ നോക്കി നേരെ കാണുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ പോണ വഴി കാണുന്ന ഒരു ഇതാട്ടാ. ഫോണ് ഏത് പോത്തണ്ടി അവിടെ ഡാമൊന്നുമില്ല. ഇല്ല, ചുള്ളിയാറ് അവിടെ ഡാമില്ല. ആ പാലക്കാട് ടൗണാണ്. ഇത് മറ്റേ ഫാന്റസി. തളർന്നു. ആവശ്യത്താൽ ഒരു മല കണ്ടപ്പോൾ കയറാമെന്ന് കരുതി. മലയുടെ ഹൈറ്റും മലയുടെ വെയിറ്റും അളന്നിട്ടില്ലല്ലോ നമ്മൾ കയറേണ്ടത്. അവൻ്റെ കരുത്ത് നോക്കിയിട്ട് വേണ്ടേ. അങ്ങനെ മലയുടെ കരുത്ത് നോക്കി കയറിയതാ. അവൻ്റെ കരുത്ത് കാണിച്ചു. പക്ഷെ ബ്യൂട്ടിഫുള്ളാണ്. ആ കരുത്തിനെ എന്താ പറയുക, ആ കരുത്തിനെ നമ്മൾ മറികടന്ന് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മവിശ്വാസവും ധൈര്യവും സന്തോഷവും വളരെയധികം അടിപൊളിയാണ്. കണ്ട അങ്ങ് അകലെ സൂര്യനില്ലതാ, അവിടെ ഫോക്കസ് ആണല്ലോ. അവിടെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്, കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാട്ടാ. അവിടെ കുറച്ച് നേരം കൂടെ നമ്മളിരുന്ന് ചില്ലടിച്ച് എന്താ പറയുക, സൺസെറ്റൊക്കെ കണ്ടില്ല നിങ്ങളെ ടൈം ലാപ്സ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മലമ്പുഴൻ്റെ ആ ഒരു സൈഡിലെ വ്യൂ കൂടെ ഇറങ്ങി. മലമ്പുഴ അടിപൊളിയായിട്ടുണ്ട്. കുറച്ചും കൂടെ നിൽക്കുമ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇടുമ്പോൾ വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയറാണ് കാണാൻ. ഒരുപാട് നേരം നിന്നാൽ നമുക്ക് തിരിച്ചിറങ്ങാത്ത കുറച്ച് ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ മെല്ലെ ഇരുട്ടാകണതിന് മുന്നിൽ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ടോ. പോണ വഴിയിൽ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. മലമ്പുഴൻ്റെ കിടിലൻ വ്യൂ ആണ്. ഇപ്പോൾ തന്നെ അത്യാവശ്യം ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഡാമിൻ്റെ ശരിക്കുള്ള സ്ട്രക്ചർ അത് നമുക്ക് അടിപൊളിയായിട്ട് കാണാം. ഞാൻ നേരത്തെ ഇട്ട പോത്തുണ്ടീൻ്റെ വീഡിയോ പോലെ തന്നെ എല്ലാ ഡാമിൻ്റെയും ഒരു കിടിലൻ വ്യൂ കാണാൻ ഒരു മലയുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങുകയാണ്. കയറിയ പോലെയല്ല ഇറങ്ങാൻ, കാലൊക്കെ പിടിച്ച് ഭയങ്കര സീനായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊരു കൊച്ചു വീഡിയോ ആണ്. അടുത്തൊരു കിടിലൻ വീഡിയോ കാണാൻ. ബൈ, സീ യു.